നമസ്കാരം. കൊല്ലം ജില്ലയിലെ ഏനാത്ത് പാലത്തിന് സമീപത്താണ് ഞാൻ നിൽക്കുന്നത്. ഇന്ന് രാവിലെയാണ് ഈ പാലത്തിൽ നിന്നും 9ാം ക്ലാസ്സുകാരൻ ആറ്റിലേക്ക് ചാടിയതായിട്ട് അറിയാൻ കഴിഞ്ഞത്. മുഹമ്മദ് എന്നാണ് കുട്ടിയുടെ പേര്. ഇന്ന് രാവിലെ 9 മണിയോടുകൂടി ട്യൂഷൻ കഴിഞ്ഞു വന്നതിന് ശേഷമാണ് ഈ ആറ്റിലേക്ക് ചാടിയത്. ഇപ്പോൾ അന്വേഷണങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഏറ്റവും പുതിയ വിവരങ്ങളാണ് പങ്കുവയ്ക്കുന്നത്. ഇപ്പോൾ ഏനാത്ത് പോലീസും അതോടൊപ്പം തന്നെ പുത്തൂർ പോലീസിന്റെ നേതൃത്വത്തിലും ഫയർഫോഴ്സിന്റെ നേതൃത്വത്തിലുള്ള അന്വേഷണമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. രാവിലെ ട്യൂഷൻ കഴിഞ്ഞ് വന്നതിന് ശേഷം ഈ ആറ്റിന്റെ ആ ഭാഗത്ത് നിന്നും ചാടുകയായിരുന്നു. ഏതായാലും നമുക്കറിയാം, വലിയ ശക്തമായ മഴ ഉള്ളത് കൊണ്ട് തന്നെ ഈ ഏനാത്ത് പാലത്തിന്റെ ഈ ആറ് വലിയ രീതിയിൽ അടിയൊഴുക്കുണ്ട്. അതോടൊപ്പം തന്നെ നല്ല പ്രതികൂലമായ കാലാവസ്ഥയാണ്, മഴ പെയ്യുന്നുണ്ടായിരുന്നു. ഏതായാലും രാവിലെ 9 മണിയോട് കൂടി ഈ ആറ്റിലേക്ക് ചാടിയതാണ്. ട്യൂഷൻ കഴിഞ്ഞ് വന്നതിന് ശേഷമാണ് ചാടിയിരിക്കുന്നത്. മണ്ണടി സ്വദേശിയായിട്ടുള്ള മുഹമ്മദ് നിയാസ് ആണ് ആറ്റിലേക്ക് ചാടിയതെന്നാണ് അറിയാൻ കഴിഞ്ഞത്. പോലീസും സ്കൂബ ടീമും അടക്കം അതോടൊപ്പം ഫയർഫോഴ്സും അടക്കമുള്ള അന്വേഷണങ്ങൾ ആരംഭിക്കുകയാണ്. ഇവിടുത്തെ പ്രദേശവാസിയാണല്ലേ? നമ്മുടെ ഈ ഒരു ശരിക്കും പറഞ്ഞാൽ വലിയ കൈവരിയില്ല. ഇത്രയും ഹൈറ്റേക്ക് ഉണ്ടെങ്കിൽ പിള്ളേർ ചാടത്തില്ല. ഏത് പിള്ളേർ ഇപ്പൊ എവിടെ ഒരു മരണം, ഏത് ആത്മഹത്യ വരുന്ന ആൾക്കാരും ഇവിടെ വന്നാൽ ചാടത്തുള്ളൂ. പുത്തൂന്നായാലും ഭരണിക്കാന്നായാലും എവിടെ വന്നാലും ഇവിടെ വന്നാൽ ചാടത്തുള്ളൂ. ഇത് നമുക്ക് നിന്ന് ഇതേ കയറി നിന്ന് കഴിഞ്ഞാൽ സുഖം ചാടാൻ പറ്റും. ചെറിയ കുട്ടികളാണെങ്കിൽ പോലും ഇങ്ങനെ നിന്നാൽ മതി. ഇവിടെ ഇരുന്നാലും മതി, നമ്മൾ ചാടാൻ പറ്റും. താഴെ മറിഞ്ഞോണ്ട് വീണോളും, പിന്നെ ഒഴിച്ചോണ്ട് പോക്കോളും. എന്ന് പറഞ്ഞാൽ ഇതിന് ഒരു മേപ്പോടെ ഒരു കൈവരി, ഇത്ര ഹൈറ്റിലും കൈവച്ച് കഴിഞ്ഞാൽ ഒരു പ്ലാസ്റ്റിക്കിന്റെ എന്തെങ്കിലും ഒരു കമ്പി വെച്ചാലും മതി. ഏറ്റവും കൂടുതൽ അനാസ്ഥ ഇതാണ് സംഭവിക്കുന്നത്. മൊത്തം നിയമിച്ചത് തന്നെ. തന്റെ അച്ഛനും അമ്മയും എന്നോട് പൊറുക്കണമെന്ന് ആത്മഹത്യാ കുറിപ്പ് ബാഗിൽ എഴുതി വെച്ചതിന് ശേഷമാണ് ഈ കുട്ടി ആറ്റിലേക്ക് ചാടിയതെന്നാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത്. ഓക്കെ, ഇപ്പോൾ രാവിലെ മുതൽ ഇവിടെ തെരച്ചിൽ നടക്കുമ്പോഴുണ്ടായിരുന്ന ഒരു ചേട്ടനാണ് കൂടുതൽ. ചേട്ടൻ ഈ പ്രദേശവാസിയാണോ? അതെ, ഞാൻ അടുത്ത് താമസിക്കുന്നത്. എന്തായിരുന്നു അറിയാൻ കഴിഞ്ഞ വിവരങ്ങൾ? വിവരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരെ സ്കൂളിലേക്ക് പോയ ഒരു പയ്യനാണ്. ഇപ്പൊ അവന്റെ ഫാദറിന്റെ ശേഷം പറഞ്ഞ അവൻ ട്യൂഷൻ കഴിഞ്ഞ് രാവിലെ ട്യൂഷൻ കഴിഞ്ഞ് വന്നിട്ട് ഇവിടെ വന്ന് ആറ്റിലേക്ക് ചാടുകയായിരുന്നതാണ് മനസ്സിലാക്കാൻ സാധിച്ചത്. എന്താണ് സംഭവം എന്നും മറ്റുള്ള കാര്യങ്ങളൊന്നും അറിയത്തില്ല. പുള്ളി മണ്ണടി സ്വദേശിയാണ്. മണ്ണടി സ്വദേശി ഒരു പയ്യനാണ്. 9ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുളക്കട ഗവൺമെന്റ് സ്കൂളിൽ 9ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിയാണ്. കുളക്കട ഗവൺമെന്റ് ഹൈസ്കൂളിൽ പഠിക്കുന്ന 9ാം ക്ലാസ് വിദ്യാർത്ഥിയാണ്. ട്യൂഷൻ കഴിഞ്ഞ് വന്നിട്ടാണ് വെള്ളത്തിലേക്ക് ചാടിയത്. ശരിക്കും നല്ല അടിയൊഴുക്കുള്ള സ്ഥലമാണ്. പിന്നെ ഇവിടുത്തെ മെയിനായിട്ടൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇവിടെ ഇവിടുത്തെ പല ആൾക്കാരും പല പ്രാവശ്യം നിവേദനങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഈ പാലത്തിന്റെ മേളില് ഈ ഗ്രില്ല് പോലെ ഇട്ട് പാലം സംരക്ഷിക്കണമെന്നാണ്. ആരൊക്കെ എവിടെ ആത്മഹത്യ ചെയ്യണമെന്ന് തോന്നിയാലും ആദ്യം വന്ന് എടുത്ത് ചാടുക ഏനാത്ത് പാലത്തിൽ ഒന്നാണ്. മറ്റുള്ള പാലങ്ങളിലെല്ലാം ഈ പ്രൊട്ടക്ഷൻ ഇത് കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഏനാത്ത് പാലത്തിൽ ഇതുവരെ ആ പ്രൊട്ടക്ഷൻ കൊടുത്തിട്ടില്ല. ഇവിടെ പല നിവേദനങ്ങളും പല ആൾക്കാർക്കും കൊടുത്തിട്ടുണ്ട്. ഇവിടുത്തെ ജനപ്രതിനിധികൾക്കെല്ലാം കൊടുത്തിട്ടുണ്ടെങ്കിലും ഇതുവരെ ആയിട്ടും ഒരു നടപടി ഇതുവരെ എടുത്തിട്ടില്ല. അതും ഒരു മെയിൻ കാരണമാണ്. അപ്പം ഇവിടെ വരുന്നവർക്ക് പെട്ടെന്ന് ആത്മഹത്യ ചെയ്യാൻ ടെൻഡൻസി ഉള്ള ഒരാൾക്ക് പെട്ടെന്ന് ഇവിടെ വന്ന് ഇത് ചെയ്യാൻ സാധിക്കും. അപ്പോൾ അത് വലിയൊരു ഗുരുതരമായിട്ടുള്ളൊരു വീഴ്ച തന്നെയാണ്. ഇവിടുത്തെ പഞ്ചായത്ത് ഏനാത്ത് പഞ്ചായത്തല്ല, ഏഴംകുളം പഞ്ചായത്തിന്റെ പരിധിയാണ്. അതോടൊപ്പം തന്നെ ഇവിടെ വലിയ രീതിയിൽ പറയുന്ന ഒരു കാര്യം, നമുക്കറിയാം പ്രതികൂലമായ കാലാവസ്ഥയാണ്, അടിയൊഴുക്ക് ശക്തമായിട്ടുണ്ട്. ഈ അടിയൊഴുക്ക് ഇല്ലാത്ത സമയങ്ങളിലാണെങ്കിൽ പോലും ഏനാത്ത് ഈ ഒരു പാലത്ത് വളരെ അപകട ഭീഷണി ഉയർത്തി നിൽക്കുന്ന കാര്യമാണ്. കാര്യം നമ്മൾ പ്രളയ സമയത്തൊക്കെ തന്നെ കണ്ടതായിരുന്നു. അതോടൊപ്പം തന്നെ ഏതെങ്കിലും ഇത്തരത്തിലുള്ള സൂയിസൈഡ് ടെൻഡൻസി ഉള്ള വ്യക്തികളാണെങ്കിൽ സ്വാഭാവികമായിട്ടും ഇവിടെ നിന്ന് ചാടാൻ വളരെ ഈസി ആയിട്ടുള്ള ഒരു പാലമാണ്. അതുകൊണ്ട് തന്നെ സംരക്ഷണ വലയങ്ങളോ വേലികളോ ഒന്നും തന്നെ നിർമ്മിച്ചിട്ടില്ല. ഇവിടെ ഗ്രില്ല് നിർമ്മിക്കണമെന്നുള്ള ആവശ്യമുണ്ടായിരുന്നു. നാട്ടുകാരും ഇവിടുത്തെ ഓട്ടോറിക്ഷ തൊഴിലാളികളൊക്കെ തന്നെ ഗ്രില്ല് നിർമ്മിക്കണമെന്ന് കാലങ്ങളായിട്ട് ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു. കാരണം ഇതിലേ പോകുന്ന യാത്രക്കാർ പലരും കണ്ട കാഴ്ചകളാണ്, പലരും കണ്ടുകൊണ്ട് തന്നെ നിൽക്കുന്ന കാഴ്ചകളാണ്. ഇത്തരത്തിൽ വലിയ ശക്തമായ രീതിയിൽ ഒഴുക്കുള്ള സമയങ്ങളിൽ ഇവിടെ ഒരു ആത്മഹത്യ നടക്കുന്ന ഒരു പതിവ് കാഴ്ചയാണ്. പക്ഷേ ഇതുവരെയായിട്ടും ഇതിലൊരു സംരക്ഷണ വേലി തീർക്കാത്തതിൽ വലിയ രീതിയിലുള്ള പ്രതിഷേധമാണ് നാട്ടുകാർ ഉന്നയിക്കുന്നത്. ചേട്ടാ, നിങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് ഇവിടെ ഒരു സംരക്ഷണ വേലി നിർമ്മിക്കുന്നതിനെ ബന്ധപ്പെട്ട് പരാതി കൊടുത്തിട്ടുണ്ടല്ലോ? നമ്മൾ ഏകദേശം 3 വർഷം കൊണ്ട് ഇതിനെതിരെ, അതായത് ഒരു ഉയർന്ന സംരക്ഷണ ഗ്രില്ല് വേണമെന്നുള്ള അർത്ഥത്തിൽ ഒരു പരാതി കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇതുവരെ ആയിട്ട് ഒരു നടപടി ഉണ്ടായിട്ടില്ല. കാരണം ആത്മഹത്യ ചെയ്യാനുള്ള ഒരു ഇടമായിട്ട് ഏനാത്ത് പാലം കണ്ടെത്തുകയാണ് എല്ലാവരും. പല സ്ഥലത്തുനിന്ന് വന്നിട്ടാണ് ആത്മഹത്യ ചെയ്യാൻ ഏനാത്ത് പാലം കണ്ടെത്തുന്നത്. കാരണം 3 അടിയോളം ഉയരം മാത്രമേ ഉള്ളൂ. കൊച്ചു കുഞ്ഞുങ്ങൾക്കും ആറ്റിലേക്ക് ചാടാം. ഒന്നത്. രണ്ടാമത്തത് സ്കൂളുള്ള സ്ഥലമാണ്. വിദ്യാർത്ഥികളടക്കം 100 കണക്കിന് കാൽനട യാത്രക്കാർ പോകുന്ന സ്ഥലമായതുകൊണ്ട് ആക്സിഡന്റ് നടന്നാൽ തന്നെ യഥാർത്ഥ ഒരു കാറ് വന്നിടിച്ചിട്ട് ഒരു സ്ത്രീ ആറ്റിലേക്ക് വീണൊരു സംഭവമുണ്ട് 1 വർഷം മുമ്പ്. ഭാഗ്യത്തിന് രക്ഷപ്പെട്ടതാണ്. അതുകൊണ്ട് താണ്ടേ നമ്മൾ എത്രയോ വട്ടം നിവേദനം കൊടുത്തിട്ടുണ്ട്. ഇതുവരെ ഇതിനൊരു നടപടി ഉണ്ടായിട്ടില്ല. മുഖ്യമന്ത്രിക്കടക്കം പൊതുമരാമത്ത് മന്ത്രിക്കടക്കം ഉയർന്ന ഉദ്യോഗസ്ഥർക്കെല്ലാം ഒരു ഉയർന്ന സംരക്ഷണ ഗ്രില്ല് വേണമെന്നുള്ള അർത്ഥത്തിൽ പരാതി കൊടുത്തിട്ടുള്ളതാണ്. എല്ലാ സ്ഥലത്തും അടൂരൊക്കെ ചെറിയ പാലത്തിന് വരെ സംരക്ഷണ ഗ്രില്ലുണ്ട്. ഇത് ഇവിടെ മാത്രം ഇല്ലെന്ന് മാത്രമല്ല, ഇത്
ഒരു ആത്മഹത്യ ചെയ്യാനുള്ള ഒരു സ്ഥലമായിട്ടാണ് ഇപ്പോൾ ഏനാത്ത് പാലം കണ്ടിരിക്കുന്നത് എല്ലാവരും. ഇതിനെതിരെ പിന്നെ ഇനിയും ഇങ്ങനെ ഒരു ജീവൻ കൂടി പൊലിഞ്ഞു പോയിരിക്കുന്നു. വളരെ വിഷമമുള്ള കാര്യമില്ല. 9ാം ക്ലാസ് വിദ്യാർത്ഥിയാണ്. പിന്നെ ഇവിടെ ഓട്ടോ ഓടിക്കുന്ന നമ്മുടെ സഹോദരൻ അനസ് എന്ന് പറയുന്ന സഹോദരന്റെ മകനാണ്. വളരെ ഖേദകരമായൊരു സംഭവമാണ്. അവർക്കൊക്കെ ഇങ്ങനെ ചാടാനുള്ള പ്രേരണ വരുന്നത് ഇവിടെ ചാടാൻ അതിനുള്ള സാഹചര്യം ഉള്ളതുകൊണ്ടാണ്. വെറും 3 അടി മാത്രമാണ് ഈ ഒരു പിന്നെ വേലിക്ക് പൊക്കമുള്ളത്. അതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ അന്ന് ഇവിടെ കൊച്ചു പാലമാണ്. ഈ വലിയ പാലമായിട്ടും ഈ അപകടങ്ങൾക്ക് ആരും കുറവില്ല. ആരെങ്കിലും ഇതിനു മുമ്പ് ഒരു വലിയ ഒരുപാട് പേര് സൂസൈഡ് ചെയ്തിട്ടുണ്ട്. സൂസൈഡ് ചെയ്യുന്നുണ്ട്. സൂസൈഡ് ചെയ്യുന്ന ഒരു പുള്ളിക്കാരൻ പറഞ്ഞത് കറക്റ്റായ കാര്യം. സൂസൈഡ് ചെയ്യാൻ പെട്ടെന്ന് ഒരു രോഷം ഉണ്ടാവുക, എന്തെങ്കിലും പ്രയാസം ഉണ്ടായി എടുത്തയാളെ നല്ല വാക്കാണ്. ഇതേ സമയം അപ്പുറത്തൊരു പാലമുണ്ട്, കടവത്തോട് പാലം. അവിടെ തന്നെ സൈഡ് വേലി കെട്ടിയിട്ടുണ്ട്. ആരും കുഴപ്പമില്ല. ഏനാത്ത് പാലത്തിനെതിരെ ശരിക്കും ഇപ്പോൾ ഒരു കുട്ടിയുടെ ജീവൻ കൂടി പൊലിഞ്ഞു പോയിരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നു. ഏനാത്ത് പാലത്തിന്റെ സംരക്ഷണ വേലിയുമായി ബന്ധപ്പെട്ട് നിരവധി നിവേദനങ്ങളാണ് പഞ്ചായത്തിലടക്കം കൊടുത്തിട്ടുള്ളത്, മുഖ്യമന്ത്രിക്കടക്കം കൊടുത്തിട്ടുണ്ട്. പക്ഷേ യാതൊരു തരത്തിലുള്ള നടപടികളും ഉണ്ടായിട്ടില്ല. ഇതൊരു സൂയിസൈഡ് പോയിന്റ് ആയി തന്നെ മാറിയിരിക്കുകയാണെന്നാണ് നാട്ടുകാരുടെ പ്രതിഷേധം. ക്യാമറമാൻ അൻഷാദിനൊപ്പം ബിൽവനിത്സൻ, വിസ്മയ.